ചങ്ങരംകുളം സാംസ്കാരിക സമിതി ഗ്രന്ഥശാലയിലെ പ്രിയ സൗഹൃദങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ കോവിഡ് പ്രതിസന്ധിയുടെ കാലത്ത്, ലോക്ക്ഡൗൺ കാലത്ത് വീട്ടിലടച്ചിരിക്കുന്നവർക്ക് നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കുവാനും അതുവഴി തങ്ങളുടെ സമയത്തെ സർഗാത്മകവും ക്രിയാത്മകവുമാക്കി മാറ്റുവാൻ കഴിയും എന്നുള്ള വിശ്വാസത്തിലാണ് സാംസ്കാരിക സമിതി ഗ്രന്ഥശാല ഈ പ്രതിസന്ധി കാലഘട്ടത്തിലും പുസ്തക ചർച്ച അഭംഗുരം തുടരുന്നത്. സഹജീവികളോടും സമൂഹത്തോടുമുള്ള പ്രതിബദ്ധത മറന്നുകൊണ്ടല്ല പുസ്തക ചർച്ചകളിലും പുസ്തക പാരായണത്തിലും സാംസ്കാരിക സമിതി ഗ്രന്ഥശാല മുഴുകുന്നത്. സാമൂഹികമായ പ്രതിബദ്ധതകൾ നിർവഹിച്ചുകൊണ്ട് തന്നെ സാംസ്കാരിക സമിതി അതിൻ്റെ അനിവാര്യമായ, അതിൻ്റെ ദൗത്യമായ പുസ്തക പ്രചാരണത്തിലും പുസ്തക പരിചയത്തിലും ഊന്നി നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മൾ ഇന്ന് ഏറെ പ്രശസ്തമായ പെരുമ്പടവം ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലാണ് ചർച്ച ചെയ്യുന്നത്. ലോകപ്രശസ്തനായ എഴുത്തുകാരൻ, വിശ്വവിഖ്യാതനായ ഫയദോർ ഡസ്റ്റോവ്സ്കി എന്ന എഴുത്തുകാരൻ്റെ 200-ാം ജന്മവാർഷികമാണ് 2021. 2 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഫയദോർ ഡസ്റ്റോവ്സ്കി സാഹിത്യ ചക്രവാളത്തിലെ ഒരു അഭൗമ താരകമായി ഉദിച്ചുയരുകയായിരുന്നു. സാഹിത്യ നഭസ്സിലെ ഉജ്ജ്വല താരകമായി 200 വർഷങ്ങൾക്ക് മുൻപ് ഉദിച്ചുയർന്ന ഫയദോർ ഡസ്റ്റോവ്സ്കിയുടെ പ്രതിഭാ കിരണങ്ങൾ, പ്രതിഭയുടെ സ്പർശങ്ങൾ ഇന്നും അനുവാചക ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഡസ്റ്റോവ്സ്കിയുടെ വിഖ്യാതമായ കൃതികൾ കുറ്റവും ശിക്ഷയും, ക്രൈം ആൻഡ് പണിഷ്മെന്റ്, ദ ഗാംബ്ലർ, ചൂതാട്ടക്കാരൻ, അതുപോലെ കാരമാസോവ് സഹോദരന്മാർ, ഭൂതാവിഷ്ഠർ തുടങ്ങിയ കൃതികൾ മലയാളികൾക്കെന്നല്ല ഇതര ഭാഷയിലുള്ള എല്ലാവർക്കും ഡസ്റ്റോവ്സ്കിയുടെ ആഴവും പരപ്പുമുള്ള കൃതികൾ പ്രിയമാണ്. മനുഷ്യ മനസ്സിൻ്റെ നിഗൂഢതലങ്ങളെ, മനുഷ്യ മനസ്സിൻ്റെ അപ്രതീക്ഷിതമായ അസാധാരണമായ സ്വഭാവ സവിശേഷതകളെ, അവൻ്റെ തീരാത്ത ദുരിതങ്ങളെ, അവൻ്റെ പകയെ, അവൻ്റെ അനന്യമായ സ്നേഹവായ്പിനെ, അവൻ്റെ ഹൃദയവിശാലതയെ, അതുപോലെ തന്നെ അവനിൽ ഉറങ്ങുന്ന കുടിലതയെ, ഇങ്ങനെ മനുഷ്യ മനസ്സിൻ്റെ സമസ്ത ഭാവങ്ങളെയും അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ആവിഷ്കരിച്ച മഹാനായ എഴുത്തുകാരനാണ് ഫയദോർ ഡസ്റ്റോവ്സ്കി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നിർണായകമായ കുറച്ച് ദിവസങ്ങളെ, 26 ദിവസങ്ങൾ ആണ് ഈ നോവലിൽ പരാമർശിക്കുന്ന കാലം. അദ്ദേഹത്തിൻ്റെ ദ ഗാംബ്ലർ എന്ന നോവലിൻ്റെ രചനാവേളയാണ് ഈ നോവലിൻ്റെ കാല പശ്ചാത്തലം. ദേശം റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ആ ദേശത്ത് 1.5 നൂറ്റാണ്ട് മുമ്പ് സംഭവിച്ച ആ കഥയെ, ആ സംഭവത്തെ പുനരാവിഷ്കരിക്കുകയാണ് പെരുമ്പടവം ശ്രീധരൻ എന്ന മലയാള സാഹിത്യത്തിലെ ലബ്ധപ്രതിഷ്ഠനായ എഴുത്തുകാരൻ. നിരവധി നോവലുകളിലൂടെ, ചെറുകഥകളിലൂടെ, തിരക്കഥകളിലൂടെ മലയാളത്തിൽ അതീവ പ്രശസ്തനാണ് പെരുമ്പടവം ശ്രീധരൻ. അദ്ദേഹത്തിൻ്റെ അഷ്ടപതി എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ അഭയം എന്ന നോവലിന് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്.
നിരവധി സിനിമകൾ, എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ, ഇലത്തുമ്പുകളിലെ മഴ തുടങ്ങിയ നോവലുകൾ ചലച്ചിത്രമായിട്ടുണ്ട്. അങ്ങനെ പെരുമ്പടവം ശ്രീധരൻ മലയാളിയുടെ സഹൃദയനായ, സാഹിത്യാസ്വാദകനായ, സിനിമാസ്വാദകനായ മലയാളിയുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ എഴുത്തുകാരനാണ് പെരുമ്പടവം ശ്രീധരൻ. അദ്ദേഹത്തിൻ്റെ നിരവധി കൃതികളിൽ ഏറ്റവും ഉത്കൃഷ്ടവും ഏറ്റവും മനോഹരവും ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതും 100-ലധികം പതിപ്പുകൾ ഇറങ്ങിയതുമായ കൃതിയാണ് ഒരു സങ്കീർത്തനം പോലെ. 16-ൽ-അധികം പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ ഈ കൃതിക്ക് ലഭിക്കുകയുണ്ടായി. ഓരോ പുരസ്കാരങ്ങളും ഞാനിവിടെ പറയുന്നില്ല. മലയാളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട നിരവധി പുരസ്കാരങ്ങൾ ഈ കൃതിക്ക് ലഭിക്കുകയുണ്ടായി. അനുവാചക ലോകത്ത് വലിയ ഒരു അനുരണനമാണ്, പ്രതികരണമാണ് ഈ നോവൽ ഉണ്ടാക്കിയത്. 1993 ആണ് ഈ നോവൽ പ്രസിദ്ധീകരിക്കുന്നത്. 94-ലെ ഏറ്റവും നല്ല നോവലായി, ഏറ്റവും നല്ല രചനയായി സക്കറിയ ഈ നോവലിനെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അതുപോലെ ഈ നോവലിൻ്റെ ചേതോഹരമായ വായനയെ സുകുമാർ അഴീക്കോട് പോലെയുള്ള മഹാരഥന്മാർ അഭിനന്ദിക്കുന്നുണ്ട്. ഈ നോവലിൻ്റെ ഒരു പരിഭാഷ റഷ്യൻ ഭാഷയിലേക്ക് പകർത്തുകയാണെങ്കിൽ 2 നൂറ്റാണ്ട് മുമ്പുള്ള മഹാനായ സാഹിത്യകാരന് നമ്മുടെ മലയാള ഭാഷയിൽ നിന്നുള്ള ഒരു വലിയ ഉപഹാരമായിരിക്കും, സമ്മാനമായിരിക്കും ഇതിൻ്റെ പരിഭാഷ എന്ന് ഡോക്ടർ എസ് കെ വസന്തൻ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ മലയാളത്തിലെ അനുവാചക ലോകം മാത്രമല്ല, എഴുത്തുകാരും നിരൂപകരും എല്ലാവരും ഒരേ മനസ്സോടെ സ്വീകരിച്ച, അഭിനന്ദിച്ച നോവലാണ് ഒരു സങ്കീർത്തനം പോലെ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 നൂറ്റാണ്ടുകൾക്ക് മുൻപ് റഷ്യയിൽ ജീവിച്ചിരുന്ന ഡസ്റ്റോവ്സ്കിയുടെ ജീവിതത്തിലെ ഏതാനും ആഴ്ചകളാണ്, ഏതാനും ദിവസങ്ങളാണ് ഈ നോവലിൻ്റെ പ്രമേയ പരിസരം. ഇതിൻ്റെ ആഖ്യാനം നോവലിസ്റ്റ് ഡസ്റ്റോവ്സ്കിയുടെ കാമുകിയായിരുന്ന, പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യയായി തീർന്ന അന്ന എന്ന യുവതിയിലൂടെയും ഡസ്റ്റോവ്സ്കിയിലൂടെയും നിർവഹിക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ പശ്ചാത്തല വിവരണം, സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് തെരുവിലൂടെയുള്ള കുതിരവണ്ടികളുടെ യാത്രകൾ, പ്രകൃതിയുടെ, പുലരിയുടെ അവാച്യമായ സൗന്ദര്യാനുഭൂതികൾ ഈ നോവലിൽ ഒരു മഞ്ഞുതുള്ളിയിൽ സൂര്യകിരണം പ്രതിഫലിക്കുന്നത് പോലെ അതിമനോഹരമായി ആലേഖനം ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ആദ്യ അധ്യായം തന്നെ ആരംഭിക്കുന്നത് ഡസ്റ്റോവ്സ്കിയുടെ എഴുത്തുമുറിയുടെ വർണ്ണാഭമായ ജാലകത്തിലൂടെ സൂര്യരശ്മികൾ പ്രസരിക്കുന്നതിലൂടെയാണ്. അങ്ങനെ പ്രസരിക്കുന്ന സൂര്യരശ്മികളുടെ ചില്ലുജാലകത്തിലൂടെയുള്ള, വർണ്ണജാലകത്തിലൂടെയുള്ള ആ പ്രസരണത്തിലൂടെ ഈ നോവൽ സമാരംഭിക്കുകയാണ്. അനുവാചകരുടെ ഹൃദയത്തിലേക്ക് ആഹ്ലാദമായും ആശങ്കകളായും സന്താപമായും എല്ലാം ഈ നോവൽ പ്രവേശിക്കുകയാണ്. അന്ന എന്ന യുവതി സമർത്ഥയായ, സുന്ദരിയായ, കർമ്മശേഷിയുള്ള, സ്നേഹസമ്പന്നയായ അന്ന എന്ന യുവതിയിലൂടെ ഈ നോവൽ വികസിക്കുകയാണ്. ഡസ്റ്റോവ്സ്കിയുടെ പുതിയ നോവൽ പകർത്തി എഴുതുന്നതിന് വേണ്ടി ഒരു സ്റ്റെനോഗ്രാഫറെ അന്വേഷിക്കുകയാണ് ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകൻ. അലോൻകിൻ എന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉടമസ്ഥൻ്റെ പേര്. അന്ന് അവിടെ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ പോയിരുന്ന അന്നയോട് ഈ ജോലി സ്വീകരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് അലോൻകിൻ അന്വേഷിക്കുന്നു. അന്ന ആ ദിവസങ്ങളിൽ വലിയ മാനസിക വ്യഥ, ദുഃഖഭാരം അനുഭവിക്കുന്ന സമയമാണ്. അവളുടെ പ്രിയപ്പെട്ട പിതാവ് അകാലത്തിൽ
അപ്രതീക്ഷിതമായി ആകസ്മികമായി മരിച്ചുപോയി. അവളെ ഏറെ സ്നേഹിച്ചിരുന്ന, അവളുടെ സർഗാത്മക പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്ന, അവളുടെ വായനയെ എക്കാലവും പ്രോത്സാഹിപ്പിച്ചിരുന്ന, അവളെ അഗാധമായി സ്നേഹിച്ചിരുന്ന, ആ വീടിൻ്റെ തണലും തണുപ്പുമായിരുന്ന പിതാവ് അന്നയെ, ആ കുടുംബത്തെ അനാഥമാക്കിക്കൊണ്ട് കാലയവനികയ്ക്കുള്ളിൽ മറയുകയാണ്. അതോടെ അന്നയുടെ ജീവിതം വലിയ പ്രതിസന്ധിയിലാകുന്നു. കാരണം പിതാവിൻ്റെ വരുമാനം കൊണ്ടാണ് ആ അല്ലലുകളും അലട്ടലുമില്ലാതെ കഴിഞ്ഞിരുന്നത്. ആ വീടിൻ്റെ ഏക വരുമാനം പിതാവിൻ്റെ ജോലിയിൽ നിന്നുള്ള വരുമാനമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വരുമാനം നിലച്ചതോടെ വീട്ടിൽ ദാരിദ്ര്യം അനുഭവിക്കാൻ തുടങ്ങുന്നു. അന്നയുടെ അനുജൻ പഠിക്കുകയാണ്. അതുപോലെ അമ്മ വീട്ടമ്മയാണ്. അപ്പോൾ ഏക വരുമാനം നിലച്ചതിനുള്ള പ്രതിസന്ധിയും പിതാവ് തന്നെ തനിച്ചാക്കി പോയതിനുള്ള ദുഃഖഭാരവും അനുഭവിക്കുന്ന അച്ഛൻ്റെ വേർപാടിൻ്റെ 1 വർഷം തികയുന്ന സമയത്താണ് അന്നയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അലോൻകിൻ അന്നയോട് നോവൽ പകർത്തിയെഴുതുന്ന ജോലിക്ക് പോകാൻ താല്പര്യമുണ്ടോ എന്ന് അന്വേഷിക്കുന്നത്. ഉടൻ തന്നെ അന്ന ആ തൊഴിൽ ഏറ്റെടുക്കുകയാണ്. കാരണം അവൾ ഒരു തൊഴിലിന് വേണ്ടി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. മാത്രവുമല്ല, അന്ന ആരാധിച്ചിരുന്ന എഴുത്തുകാരനായിരുന്നു ഡസ്റ്റോവ്സ്കി. അദ്ദേഹത്തിൻ്റെ പാവകളുടെ വീട് തുടങ്ങിയ നോവലുകൾ അവൾ വായിച്ചിട്ടുണ്ട്. അവളുടെ അച്ഛൻ ഫയദോർ ഡസ്റ്റോവ്സ്കിയുടെ ഒരു ആരാധകനായിരുന്നു. ഡസ്റ്റോവ്സ്കിയുടെ കഥകളെക്കുറിച്ച്, നോവലുകളെക്കുറിച്ച് അദ്ദേഹം എപ്പോഴും അന്നയുമായി സംസാരിക്കുമായിരുന്നു. അന്ന ഡസ്റ്റോവ്സ്കിയുടെ കൃതികൾ വായിച്ച് ദീർഘനേരം ചിന്തകളിൽ ആഴ്ന്നുപോയിട്ടുണ്ട്. അവളെ ആ നോവലുകൾ ഹഠാത് ആകർഷിക്കുകയും സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡസ്റ്റോവ്സ്കിയെ കാണുന്നതിന് മുമ്പ് തന്നെ അന്ന അയാളുടെ ഒരു ആരാധികയായി മാറുന്നുണ്ട്. അന്നയുടെ വീട്ടിൽ നിന്ന് 1/2 കിലോമീറ്റർ നടക്കാവുന്ന ദൂരമേ ഉള്ളൂ ഡസ്റ്റോവ്സ്കി താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലേക്ക്. ആ അപ്പാർട്ട്മെൻറ്റിലെ ഒരു അപ്പാർട്ട്മെൻറ്റാണ് ഡസ്റ്റോവ്സ്കിയുടെ വാസസ്ഥലം. അവിടെ അദ്ദേഹം തനിച്ചാണ്. അദ്ദേഹത്തിന് സഹായിയായി, അദ്ദേഹത്തിന് ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി ഫെദോസ്യ എന്നൊരു വൃദ്ധ മാത്രമാണ് അദ്ദേഹത്തിന് കൂട്ടിനുള്ളത്. അങ്ങനെ ഫെദോസ്യ ആ അപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹത്തോടൊപ്പം താമസിക്കുന്നു. ഡസ്റ്റോവ്സ്കി തൻ്റെ എഴുത്തും തൻ്റെ ചൂതുകളി ഭ്രാന്തും തൻ്റെ കുത്തഴിഞ്ഞതും യാതൊരു ചിട്ടയുമില്ലാത്തതുമായ ജീവിതം കൊണ്ട് ആകെ പൊറുതിമുട്ടിയിരിക്കുന്ന അവസ്ഥ. ഡസ്റ്റോവ്സ്കി എന്ന വലിയ എഴുത്തുകാരനെ ചുഴലിദീനം പോലെ, അപസ്മാര രോഗം പോലെ ബാധിച്ചിരിക്കുന്നത് ചൂതുകളിയോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ്. ഭ്രാന്തമായ അഭിനിവേശമാണ് ഡസ്റ്റോവ്സ്കിക്ക് ചൂതുകളി. ആ കളിയിൽ അദ്ദേഹം ഒരു ഉന്മാദിയെപ്പോലെ പ്രവർത്തിക്കുന്നു. കിട്ടാവുന്നിടത്തു നിന്നെല്ലാം പൈസ കടം വാങ്ങി, വലിയ പലിശ കൊടുത്ത് പൈസ കടം വാങ്ങി ചൂത് കളിക്കുന്നു. ആ കളിയിൽ അദ്ദേഹം നിരന്തരമായി പരാജയപ്പെടുന്നു. വീണ്ടും ഋണബാധ്യതനാകുന്നു, ദരിദ്രനാകുന്നു, നിസ്വനാകുന്നു, നിരാലംബനാകുന്നു ഡസ്റ്റോവ്സ്കി എന്ന ലോകം കണ്ട ആ മഹാപ്രതിഭ. അങ്ങനെ തീർത്തും കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന, ഒരു നിയന്ത്രണത്തിനും വിധേയമാകാൻ സാധിക്കാതെ, തൻ്റെ മനസ്സിൻ്റെ കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ പായുന്ന തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കാതെ മാനസികമായി വലിയ പീഡനങ്ങൾ സഹിക്കുന്ന ഡസ്റ്റോവ്സ്കിയുടെ എഴുത്തുമുറിയിലേക്ക്, ഡസ്റ്റോവ്സ്കിയുടെ അലങ്കോലമായി കിടക്കുന്ന എഴുത്തുമുറിയിലേക്ക്, അദ്ദേഹത്തിൻ്റെ താറുമാറായി കിടക്കുന്ന ജീവിതത്തിലേക്ക്, അദ്ദേഹത്തിൻ്റെ അനന്യമായ ഭാവന പരിസരത്തിലേക്ക് അന്ന എന്ന യുവതിയും സുന്ദരിയും പ്രതിഭാശാലിയും ആയ യുവതി പ്രവേശിക്കുന്നതോടെ ഈ നോവൽ അതിൻ്റെ അധ്യായം തുറക്കുകയാണ്. അന്നയുടെ ജീവിതത്തിലൂടെ, പിന്നീട് അന്നയുടെ കാഴ്ചപ്പാടിലൂടെ ഡസ്റ്റോവ്സ്കി എന്ന
എഴുത്തുകാരൻ അനാവൃതമാക്കപ്പെടുന്നു. ഏതൊരു സാധാരണക്കാരനെയും പോലെ ദൈനംദിന ജീവിതത്തിൻ്റെ അവസാനമില്ലാത്ത ഋണബാധ്യതകളിലൂടെ, പ്രാരാബ്ധങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ ആ വലിയ മനുഷ്യൻ കടന്നു പോകുന്നു. അദ്ദേഹത്തിനെ പലപ്പോഴും അലട്ടുന്നത് അദ്ദേഹം രചനയുടെ ഭ്രമാത്മകമായ ഭാവന വിഹായസിൽ വിഹരിക്കുമ്പോൾ ഒരു ഗരുഡനെ പോലെ, ഒരു കൃഷ്ണപരുന്തനെ പോലെ ഭാവനയുടെ വിഹായസിൽ വിഹരിക്കുമ്പോൾ അവിടെ നിന്ന് അദ്ദേഹത്തിനെ ആക്രമിക്കുന്നത് ദൈനംദിന ജീവിതത്തിലെ കടങ്ങളാണ്. അദ്ദേഹം കടം കൊണ്ട ആളുകൾ, പലിശക്കാർ അദ്ദേഹത്തിൻ്റെ എഴുത്തുമുറിയിലേക്ക് കയറി വന്ന് തങ്ങളുടെ പണം പലിശ സഹിതം ആവശ്യപ്പെടുന്നു. ഡസ്റ്റോവ്സ്കിക്ക് വിൽക്കാൻ ഇനി ഒന്നുമില്ല. ആ വീട്ടിലെ, ആ അപ്പാർട്ട്മെന്റിലെ മരപ്പാത്രങ്ങളടക്കം വിറ്റുപോയിരിക്കുന്നു. മരസ്പൂണുകൾ മാത്രമേ ഇനി വിൽക്കാനുള്ളൂ. ബാക്കിയെല്ലാം ഡസ്റ്റോവ്സ്കി വിറ്റു. ഒരുപാട് ബാധ്യതകൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഒരു പ്രസാധക കമ്പനി നടത്തിയിരുന്നു. പുസ്തകങ്ങൾ പ്രസാദനം ചെയ്യുന്ന ഒരു അച്ചടിശാല അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ നടത്തിയിരുന്നു. അതിലൂടെയാണ് ഡസ്റ്റോവ്സ്കിയുടെ ആദ്യകാല കൃതികൾ വെളിച്ചം കാണുന്നത്. അങ്ങനെ ജ്യേഷ്ഠനും അനുജനും കൂടി ഒരുവിധം ഭംഗിയായി അത് നടത്തുമ്പോഴാണ് അപ്രതീക്ഷിതമായ ജ്യേഷ്ഠൻ്റെ വിയോഗം. അതോടെ അതിൻ്റെ ബാധ്യതകൾ മുഴുവൻ ഡസ്റ്റോവ്സ്കിയുടെ തലയിൽ പതിക്കുന്നു. ആറണ ബാധ്യതകൾ മുഴുവൻ ഡസ്റ്റോവ്സ്കി ഏറ്റെടുക്കുന്നു. ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെയും പറക്കമുറ്റാത്ത മക്കളുടെയും ചുമതല ഡസ്റ്റോവ്സ്കിക്ക് ഏൽക്കേണ്ടി വരുന്നു. അദ്ദേഹത്തിന് കൈമലർത്താനാകില്ലല്ലോ. അതുപോലെ അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യ, അദ്ദേഹം ഉപേക്ഷിച്ച, അദ്ദേഹത്തിൻ്റെ അകാല മൃത്യുവിനിരയായ മുൻ ഭാര്യയുടെ മകൻ ഭാഷ, താന്തോന്നിയായി ജീവിക്കുന്ന മദ്യപനും അതുപോലെ അഗമ്യ ഗമനങ്ങളിൽ ഉത്സുകനുമായ ഭാഷ എന്ന പുത്രൻ ഡസ്റ്റോവ്സ്കിയോട് വന്ന് പൈസ ആവശ്യപ്പെട്ടു. ഡസ്റ്റോവ്സ്കിയുടെ ആദ്യ ഭാര്യ എമിലി ഡസ്റ്റോവ്സ്കിയോട് പൈസ ആവശ്യപ്പെടുന്നു. അദ്ദേഹം ചൂത് കളിക്കുന്നതിനും മദ്യപിക്കുന്നതിനും വേണ്ടി കടം വാങ്ങിയവർ അദ്ദേഹത്തോട് പൈസ ആവശ്യപ്പെടുന്നു. ഇങ്ങനെ ആ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് പൈസ ആവശ്യപ്പെട്ടുകൊണ്ട്, പണം ആവശ്യപ്പെട്ടുകൊണ്ട് പലരും അങ്ങനെ നിരന്തരം കയറി വരികയാണ്. സ്വസ്ഥമായോ സമാധാനമായോ എഴുതുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ എഴുത്ത് പാതി വഴിയിൽ മുറിഞ്ഞു പോകുന്നു. ഭാവനാ പരിസരങ്ങളിൽ അധിക്ഷേപങ്ങളുടെയും അവഹേളനങ്ങളുടെയും അപമാനത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും കൂരമ്പുകളേറ്റ് ആ വലിയ എഴുത്തുകാരൻ പിടയുന്നു. അദ്ദേഹത്തിൻ്റെ ജീവരക്തം കണ്ട് അന്ന ഇതിൽ വിതുമ്പുന്നുണ്ട്. അവളുടെ ഹൃദയം ആ വലിയ മനുഷ്യൻ്റെ, ആ നിസ്സഹായനായ മനുഷ്യൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത ആ വലിയ മനുഷ്യൻ്റെ ദുര്യോഗം കണ്ട് വേദനിക്കുന്നുണ്ട്. അങ്ങനെ അന്ന ഡസ്റ്റോവ്സ്കി എന്ന ആ മധ്യവയസ്കനുമായി, ഒട്ടും ആകർഷകത്വമില്ലാത്ത, കണ്ണുകളിൽ മാത്രം അപാരമായ പ്രതിഭയുടെ പ്രകാശമുള്ള ആ മനുഷ്യനുമായി സാവധാനം അടുക്കുകയാണ്. അവരുടെ പ്രണയഭരിത നിമിഷങ്ങളെ പെരുമ്പടവൻ ശ്രീധരൻ തൻ്റെ കനകത്തൂലികയാലെ അനശ്വരമാക്കുകയാണ്. അന്നയ്ക്ക് 2 കാമുകന്മാർ വേറെയുണ്ട്. അവൾക്ക് ഇഷ്ടമുള്ള ചെറുപ്പക്കാരായ ഐവാനും ഇലിയച്ചും. ഐവാനെയും ഇലിയച്ചിനെയും അന്ന സ്നേഹിക്കുന്നുണ്ട്. അവർ അന്നയെയും സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ആ സുന്ദരന്മാരായ, സുമുഖരായ ആ യുവാക്കളിൽ നിന്ന് അവളുടെ ഹൃദയം പറഞ്ഞു പോരുകയും ഡസ്റ്റോവ്സ്കി എന്ന മധ്യവയസ്കനിലെ ആകാരത്തിലും രൂപത്തിലും പൗരുഷ്യമുള്ള മനുഷ്യനിലേക്ക്, ദരിദ്രനും ഋണബാധ്യതനുമായ മനുഷ്യനിലേക്ക് അറിയാതെ അടുക്കുകയാണ്. അന്ന ആ അനന്യനായ പ്രതിഭാശാലിയുടെ ഹൃദയത്തെ അറിയുകയാണ്. അന്നയാണ് അയാളെ ജീവിതത്തിലേക്കും അദ്ദേഹത്തിൻ്റെ സർഗാത്മകതയിലേക്കും കൈപിടിച്ച് ആനയിക്കുന്നത്. അന്ന എന്ന യുവതി അന്ന് ഡസ്റ്റോവ്സ്കിയെ പരിചയപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം തൻ്റെ ജീവിതം പാതി വഴിയിൽ അവസാനിപ്പിക്കുമായിരുന്നു. കാരണം അത്രയേറെ മാനസിക സമ്മർദ്ദങ്ങൾ, മാനസിക പീഡനങ്ങൾ അദ്ദേഹം അനുഭവിക്കുന്നുണ്ട്.
ഒരു എഴുത്തുകാരനും അനുഭവിക്കാത്ത വിധത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളും ദുരിതങ്ങളും ആണ് ഡസ്റ്റോവസ്കി അനുഭവിക്കുന്നത്. ചിത്രകലയിൽ വിൻസെന്റ് വാൻ ഗോഗ് എന്ന ലോകാരാധ്യനായ, ലോകപ്രശസ്തനായ, കോടിക്കണക്കിനായ ഡോളർ വിലമതിക്കുന്ന ചിത്രങ്ങളുടെ ഉടമയായ വിൻസെന്റ് വാൻ ഗോഗ് എന്ന ചിത്രകാരനെ ഓർമ്മിപ്പിക്കും ഡസ്റ്റോവസ്കിയുടെ ജീവിതവും. സാർ ചക്രവർത്തിക്കെതിരെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് അക്കാലത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനാണ് ഡസ്റ്റോവസ്കി. നീട്ടിപ്പിടിച്ച തോക്കുകൾക്ക് മുന്നിൽ നിന്നും മരണത്തിൽ നിന്നും കഷ്ടിച്ചാണ് ഡസ്റ്റോവസ്കി രക്ഷപ്പെടുന്നത്. പിന്നീട് വധശിക്ഷ ഒഴിവാക്കി അദ്ദേഹത്തിനെ സൈബീരിയയിലെ ജയിലറകളിൽ അടയ്ക്കുന്നു. സൈബീരിയയിലെ കൊടും തണുപ്പുള്ള, അസ്ഥി തുളയ്ക്കുന്ന കൊടും തണുപ്പിൽ 4 വർഷത്തോളം ഡസ്റ്റോവസ്കി തടവ് ശിക്ഷ അനുഭവിക്കുകയാണ്. ആ തടവ് ശിക്ഷ കാലത്ത് വിവരണാതീതമായ ദുരിതങ്ങളാണ് ഡസ്റ്റോവസ്കി അനുഭവിക്കുന്നത്. അയാളുടെ മനസ്സും ശരീരവും ശിഥിലമായി പോകുന്നു. അദ്ദേഹം അഭയം കണ്ടെത്തുന്നതിന് വേണ്ടി ചൂതുകളി ആശ്രയിക്കുന്നു. അതുപോലെ അമിതമായി മദ്യപിക്കുന്നു. അങ്ങനെ ആകെ കുത്തഴിഞ്ഞ ജീവിതത്തിലേക്ക് അന്ന അടുക്കുകയാണ്. അന്ന ഡസ്റ്റോവസ്കിയുടെ ജീവിതത്തെ അറിയുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ മൃദുലമായ കോണുകളെ അവൾ തിരിച്ചറിയുന്നു. അദ്ദേഹത്തിൻ്റെ ബാലിശമായ വാശികളെ തിരിച്ചറിയുന്നു. അദ്ദേഹത്തിൻ്റെ അഗാധമായ മാനവിക സ്നേഹത്തെ തിരിച്ചറിയുന്നു. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ചതിയനെയും അവൾ തിരിച്ചറിയുന്നുണ്ട്. ഒരു മനുഷ്യനിൽ തന്നെ സമസ്ത ഭാവങ്ങളും പ്രതിബിംബിക്കുന്ന ഒരു പ്രിസം പോലെയാണ് ഡസ്റ്റോവസ്കിയുടെ മനസ്സ്. അത് നിമിഷാർത്ഥങ്ങൾ കൊണ്ട് സന്താപഭരിതമാവുകയും അതേ നിമിഷത്തിൽ തന്നെ ആഹ്ലാദഭരിതമാവുകയും ചെയ്യുന്നു. പ്രകൃതിയുടെ ഏതെങ്കിലും ചേതോഹരമായ ദൃശ്യത്തിൽ മുഴുകി നിന്നുകൊണ്ട് ഡസ്റ്റോവസ്കി തൻ്റെ ദുഃഖങ്ങളെല്ലാം മറക്കുന്നു. തൻ്റെ കഥാപാത്രങ്ങളെ ആവിഷ്കരിക്കുമ്പോൾ കാരമാസോവ് സഹോദരിലെ 2 വൃദ്ധകളെ കൊന്ന കൊലപാതകിയെ ന്യായീകരിക്കേണ്ടി വരുമ്പോൾ ഒരു കൊലപാതകി എങ്ങനെയാണ് ഒരു മനുഷ്യനിലേക്ക് നടക്കുന്നത് എന്ന് കാരമാസോവ് സഹോദരനിലെ മുഖ്യ കഥാപാത്രയെ ആധാരമാക്കി ഡസ്റ്റോവസ്കി രചിക്കുന്നുണ്ട്. ഇതുപോലെ ഡസ്റ്റോവസ്കിയുടെ ജീവിതത്തിലൂടെ, ഡസ്റ്റോവസ്കിയുടെ രചനയിലൂടെ അന്ന കടന്നു പോവുകയാണ്. അവൾ ആ നോവൽ പകർത്തി എഴുതിക്കൊണ്ടിരിക്കുന്നു. ആ പകർത്തി എഴുതുമ്പോഴുണ്ടാകുന്ന എഴുത്തുകാരൻ്റെ അന്തർസ്തോഭങ്ങളെ, അയാളുടെ പ്രവചനാതീതമായ സ്വഭാവ സവിശേഷതകളെ എല്ലാം ഇതിൽ അനന്യമായ കൈയടക്കത്തോടെ, രചനാ കൗശലത്തോടെ, രചനാ തന്ത്രത്തോടെ അനുവാചകരുടെ ഹൃദയത്തെ സ്പർശിച്ചുകൊണ്ട് പെരുമ്പടവൻ ശ്രീധരൻ നിർവഹിക്കുന്നുണ്ട്. പെരുമ്പടവൻ ശ്രീധരൻ്റെ രചനയിലൂടെ അദ്ദേഹം ഒരിക്കൽ പോലും ഈ നോവൽ എഴുതുന്നതിന് മുമ്പ് അദ്ദേഹം സെന്റ് പീറ്റേഴ്സ്ബർഗ് കണ്ടിട്ടില്ല, റഷ്യയിൽ പോയിട്ടില്ല. പിന്നീട് അദ്ദേഹം നോവലൊക്കെ എഴുതി ഒരുപാട് കഴിഞ്ഞ് 67-ാം പതിപ്പൊക്കെ ആകുമ്പോഴാണ് റഷ്യ സന്ദർശിക്കുന്നത്. പെരുമ്പടവൻ ശ്രീധരൻ്റെ ഈ നോവലിനെ ആധാരമാക്കി ഡസ്റ്റോവസ്കിയെയും പെരുമ്പടവൻ ശ്രീധരനെയും കഥാപാത്രങ്ങളാക്കി ഷൈനി ജേക്കബ് ബെഞ്ചമിൻ സംവിധാനം ചെയ്ത പകരം ഒരു പുസ്തകം മാത്രമെന്ന ഡോക്യു ഫിക്ഷന്റെ ബേബി മാത്യു സോമതീരം നിർമ്മിച്ച രതീഷ് ആർ നായർ മുൻകൈയെടുത്ത് പ്രശസ്ത കഥാകൃത്തായിട്ടുള്ള സക്കറിയ തിരക്കഥ രചിച്ച 5 സംസ്ഥാന പുരസ്കാരങ്ങൾ ഡോക്യുമെന്ററിക്ക് നേടിയ ഷൈനി ജേക്കബ് ബെഞ്ചമിൻ എന്ന സംവിധായികയുടെ നേതൃത്വത്തിൽ ആ സിനിമ ചിത്രീകരിക്കുന്നതിന് വേണ്ടിയാണ് റഷ്യയിലേക്ക് ഈ സംഘം പോകുന്നത്. പെരുമ്പടവൻ ശ്രീധരൻ അവിടെ വെച്ച് സെന്റ് പീറ്റേഴ്സ്ബർഗിലെ തെരുവിൽ വെച്ച് ഡസ്റ്റോവസ്കിയെ കണ്ടുമുട്ടുന്നതാണ് ഈ കഥയുടെ, ഈ ഡോക്യു ഫിക്ഷന്റെ പ്രമേയം. ആ സഞ്ചാരവേളയിലാണ് അദ്ദേഹത്തിൻ്റെ 67-ാം പതിപ്പ് ഡസ്റ്റോവസ്കി മ്യൂസിയത്തിൻ്റെ ഉടമ, അതിൻ്റെ അവിടുത്തെ ഓഫീസർ, ഇതിൻ്റെ 67-ാം പതിപ്പാണെന്ന് തോന്നുന്നു പ്രകാശനം ചെയ്യുന്നത്. അപ്പോൾ ഈ നോവലും എഴുതി എത്രയോ കഴിഞ്ഞിട്ടാണ് തൻ്റെ നോവലിൻ്റെ ഭൂമിക, തൻ്റെ നോവലിൻ്റെ അപാരമായ ആ പശ്ചാത്തലം പെരുമ്പടവൻ ശ്രീധരൻ എന്ന എഴുത്തുകാരൻ കാണുന്നത്. അങ്ങനെ തൻ്റെ ഭാവനാദൃഷ്ടികളിലൂടെ, ഭാവനാ ലോകത്തിലൂടെ ആ തെരുവിനെയും ആ അപ്പാർട്ട്മെൻറ്റിനെയും ആ ജീവിതത്തെയും, ആ റഷ്യൻ ജീവിതത്തെയും, ആ റഷ്യൻ സംസ്കാരത്തെയും
200 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം പുനരാവിഷ്കരിക്കുകയാണ്. അത് അത് ചെറിയ കാര്യമല്ല. പെരുമ്പടവൻ ശ്രീധരൻ ഡസ്റ്റോവ്സ്കി എന്ന മനുഷ്യനുമായി, ആ മനുഷ്യൻ്റെ കൃതികളുമായി അത്രയേറെ ആത്മബന്ധമുള്ളത് കൊണ്ടാണ് അങ്ങനെയൊരു ഉദ്യമത്തിന് അദ്ദേഹത്തിന് സാധിക്കുന്നത്. ഡസ്റ്റോവ്സ്കിയെ ഹൃദയത്തിൽ ആവാഹിച്ച് കൊണ്ട് പെരുമ്പടവൻ ശ്രീധരൻ്റെ ഈ രചന അതിൻ്റെ അന്ത്യഘട്ടങ്ങളിൽ എത്തുമ്പോഴേക്കും വലിയൊരു ചതിയിൽ നിന്നും അന്ന ഡസ്റ്റോവ്സ്കിയെ സംരക്ഷിക്കുകയാണ്. സ്റ്റിലോവ്സ്കി എന്ന ഒരു പ്രസാധകൻ, ഒരു വട്ടിപ്പലിശക്കാരനായ, ഒരു കഴുകന്റെ മനസ്സുള്ള ചതിയനായ പ്രസാധകൻ, പണം കടം കൊടുത്തതിൻ്റെ പലിശ നവംബർ 30 എന്ന ഒരു ഡേറ്റ് കൊടുത്ത് ആ ദിവസം 4 മണിക്ക് മുമ്പ് നോവൽ എഴുതി തീർത്ത് കൊടുത്തില്ലെങ്കിൽ ഡസ്റ്റോവ്സ്കി അതുവരെ എഴുതിയ എല്ലാ കൃതികളും, ഇനി എഴുതാൻ പോകുന്ന കൃതികളും എല്ലാം തൻ്റേതായിരിക്കുമെന്നുള്ള ഒരു മുദ്രപത്രത്തിൽ, ഒരു സമ്മതപത്രത്തിൽ എഴുതി ഡസ്റ്റോവ്സ്കിയെ കൊണ്ട് ഒപ്പുവെപ്പിക്കുന്നു. ആ കരാറ് ഡസ്റ്റോവ്സ്കി എന്ന എഴുത്തുകാരൻ്റെ ജീവരക്തം ഊറ്റിക്കുടിക്കുന്ന അട്ടയാണ് ആ പ്രസാധകൻ. ആ പ്രസാധകൻ ഡസ്റ്റോവ്സ്കിയെ, അദ്ദേഹത്തിൻ്റെ കർമ്മശേഷിയെ, ചിന്താശേഷിയെ, രചനാപാടവത്തെ എല്ലാം ഊറ്റിയെടുത്ത് പണമാക്കി മാറ്റാമെന്നും അതിനുവേണ്ടി നിസ്സാര പൈസ കടം കൊടുത്ത് അതിൻ്റെ പലിശയുമായി ഡസ്റ്റോവ്സ്കിയെ കുരുക്കുകയാണ്, വരുതിയിലാക്കുകയാണ്. അങ്ങനെ കള്ളപ്രമാണങ്ങൾ എഴുതി ആ നിഷ്കളങ്കനായ എഴുത്തുകാരനെ കൊണ്ട് അതിലെല്ലാം ഒപ്പുവെപ്പിക്കുന്നു. അങ്ങനെ ആ പറഞ്ഞ ഡേറ്റിനകം ആ നോവൽ തീർക്കാനും അത് കോടതിയിലെത്തിക്കാനും, അവിടെ കോടതിയുടെ സമയം കഴിയുന്നു. അന്നയും ഡസ്റ്റോവ്സ്കിയും എത്തുമ്പോൾ പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തി ആ നോവലിൻ്റെ കയ്യെഴുത്ത് പ്രതി ഏൽപ്പിച്ച് റെസീറ്റ് വാങ്ങുന്നതോടെ ഡസ്റ്റോവ്സ്കി എന്ന മഹാനായ എഴുത്തുകാരൻ സ്കിലോവ്സ്കി എന്ന ദുഷ്ടനായ, ചതിയനായ, ക്രൂരനായ, പണക്കൊതിയനായ മനുഷ്യൻ്റെ പിടിയിൽ നിന്നും മോചിതനാവുകയാണ്. അതൊരു മരണവക്ത്രം പോലെയാണ് ഈ പ്രസാധകന്റെ പിടി ഡസ്റ്റോവ്സ്കിയിൽ വീഴുന്നത്. അതിൽ നിന്നും അദ്ദേഹത്തെ മോചിപ്പിക്കുന്നത് അന്ന എന്ന മിടുക്കിയായ, സ്നേഹസമ്പന്നയായ യുവതിയാണ്. അവൾ ഡസ്റ്റോവ്സ്കിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. ഡസ്റ്റോവ്സ്കിയുടെ സർഗാത്മകതയിലേക്ക് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരുന്നു. പോലീസ് ഇൻസ്പെക്ടർ അന്നയോട് ചോദിക്കുന്നു, താങ്കൾ ആരാണ് ഈ മനുഷ്യൻ്റെ എന്ന്. അവൾ പറയുന്നു, ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് എന്ന്, ഞാൻ ഇദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയാണ് എന്ന്. വിവാഹം കഴിച്ചിട്ടില്ലാത്ത അന്ന പോലീസ് ഇൻസ്പെക്ടറെ അറിയിക്കുന്നതോടെ ഡസ്റ്റോവ്സ്കിയുടെ ജീവിതം പ്രകാശപൂർണമാവുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് അർത്ഥവും താളവും കൈവരികയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വീണ്ടും സർഗാത്മകതയുടെ വസന്തങ്ങൾ പൂത്തുവിടരുകയാണ്. അങ്ങനെ ആ ജീവിതത്തിൽ മരണം വരെ അന്ന ഡസ്റ്റോവ്സ്കിക്ക് കൂട്ടായി ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ഒരു അസാധാരണമായ പ്രണയകഥയുടെ അസാധാരണമായ ജീവിത പശ്ചാത്തലത്തിൽ പ്രതിപാദനനായ, ലോകം കണ്ട ഏറ്റവും മഹാനായ ഒരു സാഹിത്യകാരൻ്റെ ഹൃദയത്തിൻ്റെ ആവിഷ്കാരമാണ് പെരുമ്പടവൻ ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവൽ. ഹൃദയത്തിൽ കയ്യൊപ്പുള്ള, ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരു കലാകാരന് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒരു രചനാവിശേഷമാണ് പെരുമ്പടവൻ ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ, ഒരു പ്രാർത്ഥന പോലെ എന്ന നോവൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ നോവലിൻ്റെ വായന നിർവഹിച്ചിട്ടുള്ള, ഈ നോവലിൻ്റെ വായനാനുഭവമുള്ള സുഹൃത്തുക്കളെ ഇതിൻ്റെ ചർച്ചാവേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഈ നോവലിൻ്റെ ചർച്ചയിൽ മോഡറേറ്ററായിട്ടുള്ള പ്രസിഡന്റ് ശ്രീ MM ബഷീറിനെയും നിരന്തരം പ്രോത്സാഹനവും പ്രചോദനവുമായി നിൽക്കുന്ന വത്സല ടീച്ചറെയും ഇതിൻ്റെ അവലോകനം നിർവഹിക്കുന്നതിനും വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളെയും ഈ നോവലിൻ്റെ ആസ്വാദനത്തിലേക്കും ചർച്ചയിലേക്കും ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.